ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കടച്ചക്ക തോരനാണ്. ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ കടച്ചക്ക തോരൻ. വളരെ രുചികരമായ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കാം നമുക്ക് കടച്ചക്ക കൊണ്ട്. അതിൽ ഒന്നായ ഈ തോരൻ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇതുപോലെ മുറിച്ചതിന് ശേഷം തൊലിയെല്ലാം നീക്കം ചെയ്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം വാർത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. നല്ല പൊടിയുള്ള കടച്ചക്കയാണെങ്കിൽ ഒറ്റ വിസിലിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി അല്ലി നടു പൊളിച്ചതിന് ശേഷം അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അത് ഒരു 4 എണ്ണം നമുക്ക് ഇതിലേക്ക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 2-3 സെക്കൻഡ് നേരം നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് തേങ്ങ ചിരവിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഇട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതുപോലെ കൈ വിടാതെ തന്നെ വേണം ഒന്ന് വറുത്ത് കൊടുക്കാനായിട്ട്. തേങ്ങയിൽ നിന്നും മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കടച്ചക്ക ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഒറ്റ വിസിലിൽ വേവിച്ചെടുത്ത നമ്മുടെ കടച്ചക്കയാണ്. നല്ല പൊടിയുള്ള കടച്ചക്ക ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കടച്ചക്കയും ഈ തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 2 സെക്കൻഡ് നേരം പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. വളരെ പതുക്കെ വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ. നിങ്ങൾക്ക് ഇത് കുഴഞ്ഞ് നല്ല ഉടഞ്ഞ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ നല്ല ശക്തിയിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായി ഉടഞ്ഞോളും. ഇതിപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഒന്ന് ആക്കിയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെക്കാം ഒരു 2 സെക്കൻഡും കൂടി. 2 സെക്കൻഡ് കഴിഞ്ഞ് തുറന്നാൽ നമ്മുടെ ഈ കടച്ചക്ക വളരെ രുചികരമായി തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ കടച്ചക്കയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു കടച്ചക്ക തോരനാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ കഞ്ഞിക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടച്ചക്ക തോരനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.